നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ ദിവസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ് ദൈവത്തെ ബഹുമാനിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവഭയത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയും അവൻ്റെ കുടുംബവും എപ്പോഴും ദൈവം അവരെ മാനിക്കും. അതോടൊപ്പം തന്നെ ദൈവത്തെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഇതിനാസ്പദമാക്കി 1 ശമൂവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തെ നമുക്ക് ധ്യാനിക്കാം. ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത്, അങ്ങനെ ഒരിക്കലും ആകെയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഒരു ദൈവപുരുഷൻ വന്ന് ഏലി എന്ന പുരോഹിതനോട് പറഞ്ഞ വാക്കുകളാണിത്. കർത്താവിൻ്റെ യാഗപീഠത്തിൽ കയറുവാനും ധൂപം കാട്ടുവാനും പുരോഹിതരായി തിരഞ്ഞെടുത്തത് ഈ പുരോഹിതൻ്റെ പ്രതിഭവനത്തെയായിരുന്നു. പക്ഷേ ഏലി എന്ന പുരോഹിതൻ്റെ മക്കൾ യാഗപീഠത്തെ മലിനമാക്കുകയും അശുദ്ധമാക്കുകയും ചെയ്യുകയും ആ പാപം ചെയ്ത മക്കളെ ശിക്ഷിക്കാതെ അവരെ ദൈവത്തെക്കാൾ ബഹുമാനിക്കുകയും ചെയ്ത ഏലിയെയും അവൻ്റെ കുടുംബത്തെയും കർത്താവ് ആ പദവിയിൽ നിന്ന് നീക്കിക്കളയുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ ശമൂവേൽ എന്ന പുരോഹിതനെ അഭിഷേകം ചെയ്യുകയാണ്. കർത്താവിൽ പ്രിയരെ, ഇന്നും ഈ ഒരു വചനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ നമ്മൾ ബഹുമാനിക്കണം, ആരാധിക്കണം, ഭയപ്പെടണം. അത് തീർച്ചയായിട്ടും ദൈവത്തെ നമ്മൾ മാനിച്ചാൽ ദൈവം നമ്മളെ മാനിക്കും. അതിന് പകരമായിട്ട് ദൈവത്തെ നമ്മൾ നിന്ദിക്കുകയും അവഗണിക്കുകയും ചെയ്താൽ നമ്മുടെ ഭവനത്തിനും നിന്ദ ഏൽക്കപ്പെടും. ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.